എൻ്റെ പേര് രാജി. എന്താ പറയാ, ഇത് സത്യമായ എനിക്ക് ജോലിയുണ്ട്. എൻ്റെ സ്ഥലം കൊല്ലമാണ്. കാക്കനാട് എനിക്ക് ജോലി ഉണ്ടായത് തന്നെ. ഇത് പത്തിനിമാടാണ് എന്നെ പരിചയപ്പെടുത്തുന്നത്. അതുവഴി സുനിൽ സാറ് കുറേ മീറ്റിംഗ് ഒക്കെ എടുത്തു. അങ്ങനെ 1 മണിക്കൂർ 1/2 മണിക്കൂറൊക്കെ ഉള്ളായിരിക്കും എനിക്ക് ഒരേ ദിവസം സമയം കിട്ടുന്നത്. പക്ഷെ എനിക്ക് അത് നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി. എനിക്ക് നല്ല ആദ്യമൊക്കെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ കയറിയത് തന്നെ. പക്ഷെ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ കയറിയതായിരുന്നു. പക്ഷെ എനിക്ക് നല്ലതുപോലെ ഇത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാനിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ അത് ദൈവത്തിൻ്റെ അനുഗ്രഹം. പിന്നെ എനിക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറേ എനിക്ക് പഠിക്കാൻ പറ്റി. പഠിക്കാനൊന്നും സമയമില്ലെങ്കിൽ പോലും എനിക്ക് സമയം സൂം മീറ്റിങ്ങിലൊക്കെ ചിലപ്പോഴൊക്കെ ജസ്റ്റ് ഓടി ഒന്ന് വന്ന് കയറുന്നതാണ്. രാത്രിയിലായാലും അവരൊക്കെ ആയിരിക്കും വരുന്നത്. സുനിസാറിൻ്റെ ഇത് വഴക്ക് കേൾക്കാറുണ്ട്. അപ്പം അത് പിന്നെ ഏറ്റവും വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴയിലൊരു ടൂറ് പോയി ജസ്റ്റിസാണ് ഞങ്ങളെല്ലാവരും കൂടെ. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. ഈ എറണാകുളത്ത് ഞാൻ വന്നെങ്കിലും എനിക്കിങ്ങനെ ടൂറ് പോകാനോ അങ്ങനെയൊന്നും എനിക്ക് പറ്റില്ലായിരുന്നു. ഞാൻ അങ്ങനെയൊന്നും പോയിട്ടില്ലായിരുന്നു. പക്ഷെ എൻ്റെ ഏറ്റവും വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിൽ വന്നത് കൊണ്ടാണ് എനിക്ക് ആ ടൂർ പോകാൻ പറ്റുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. ബോട്ടിലായിരുന്നു പോയത്. ഞാൻ സത്യം പറയാൻ ആദ്യമായിട്ടാണ് ഞാൻ ബോട്ടിൽ കയറുന്നത്. ഞാൻ കയറിയിട്ടേ ഇല്ലായിരുന്നു. ഇന്ന് 2ാമത് ഞങ്ങൾ ബോട്ടിലാണ് വന്നത് ഇവിടെ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എനിക്ക് ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. ശ്രീലങ്കയ്ക്ക് എനിക്ക് പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അതും ഞാൻ അച്ചീവ് ചെയ്യുമെന്നാണ് വിശ്വാസം. ഒരുക്കി തന്ന് എന്നെ ഇവിടം വരെ എത്തിച്ചത് കൂടുതലും അവർക്കാണ് അതിൻ്റെ ഇത്. കാരണം എനിക്ക് സമയം ഇല്ലെങ്കിൽ ഇത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഇപ്പം പപ്പിനിമാട വന്നെങ്കിൽ ഇത് തന്നെ ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വരുമായിരുന്നു എന്നും. പിന്നെ ഇഷ്ടമല്ലെങ്കിൽ പോലും ഞാൻ കയറി. പക്ഷെ എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് ഒന്നിനും സമയം കിട്ടാറില്ലെങ്കിലും എനിക്കിത് മുമ്പോട്ട് പോകാൻ പറ്റുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വളരെയേറെ സന്തോഷത്തിൽ പോകുന്നു.